ചൈനയിൽ കണ്ണുവെച്ച് കിഴക്കൻ അതിർത്തിയിലെ 20 എയർബേസുകളിൽ ഇന്ത്യൻ വ്യോമസേന നിശബ്ദമായി അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുകയാണ്. യുദ്ധമുണ്ടായാൽ ചൈന കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഠിനമായ എയർക്രാഫ്റ്റ് ഷെൽട്ടറുകളും യുദ്ധസാമഗ്രി കേന്ദ്രങ്ങളും കൂട്ടിച്ചേർക്കുക മാത്രമല്ല, വർദ്ധിച്ചുവരുന്ന സിവിലിയൻ ട്രാഫിക്കിനെ മറികടക്കാൻ അധിക റൺവേകൾ നിർമ്മിക്കുകയും റൺവേകളിലൊന്നിൽ യുദ്ധസമയത്ത് ശത്രു സൈന്യം ബോംബിടുകയും ചെയ്യുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ പ്ലാൻ ബി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ലഡാക്കിലെ തന്ത്രപ്രധാനമായ ലേ എയർബേസിൽ രണ്ടാമത്തെ റൺവേ നിർമ്മിക്കപ്പെടുന്നു. ഈ എയർബേസ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നിരവധി ഏറ്റുമുട്ടലുകളുടെ കേന്ദ്രബിന്ദുവായിരുന്നു. ചൈനയും സിയാച്ചിനുമായുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രവർത്തനം നിലനിർത്തുന്നതിന് ഈ താവളം അത്യാവശ്യമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെയും ഗതാഗത വിമാനങ്ങളുടെയും രാത്രി ഓപ്പറേഷനുകൾ മികച്ച രീതിയിൽ നടത്താൻ കഴിവുള്ളതാണ് ഈ സൈനിക താവളം. സുഖോയ് 30 MKI, MiG-29, റഫാൽ യുദ്ധവിമാനങ്ങൾ, അപ്പാച്ചി ഹെലികോപ്റ്റർ എന്നിവ ചൈനയുമായുള്ള ബന്ധം വഷളായതു മുതൽ സ്ഥിരമായി ബേസിൽ നിന്നും സർവീസ് നടത്തുന്നുണ്ട്. കഠിനമായ ശൈത്യകാലത്ത് പ്രദേശത്തേക്കുള്ള റോഡ് ബന്ധം വിച്ഛേദിക്കുമ്പോൾ സൈനികരെയും വസ്തുക്കളെയും കടത്തിവിടാനുള്ള ഒരേ ഒരു മാർഗമാണിത്.